വന്ന് വന്ന് ഒരെണ്ണത്തിന് കയ്യിലോട്ട് കിട്ടുന്നില്ല. ഓ എന്റെ കർത്താവേ. ഞാൻ ഒരു ഇന്റർവ്യൂ സ്റ്റാർ മാത്രമല്ല, പടങ്ങളും വിജയിപ്പിക്കും. ഇന്റർവ്യൂ കൊടുത്ത് വിജയിപ്പിക്കും. ഇവരെല്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. പോക്കറ്റ്സിനെയൊക്കെ കളിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ കളിയാക്കൂല എന്നുള്ള ടെക്നിക്ക് എനിക്ക് തോന്നുന്നു വിനീതിന് പറഞ്ഞു കൊടുത്ത ധ്യാനാണെന്ന് തോന്നുന്നു. വിനയകലയിൽ നിന്റെ ഏട്ടന്റെ ഗുരുവായിരുന്നു, ഇപ്പോൾ ഭക്ഷണകലയിൽ നിന്റെയും. അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. സാറ് നേരത്തെ തന്നെ കാണിച്ചു തന്നു, ആരെയൊക്കെ ട്രോളണോ അവരെയൊക്കെ പിടിച്ചതിനെ അഭിനയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ഒന്നുമില്ല, പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന ആൾക്കാര് പറയണേ. ഇതിനെതിരായിട്ടുള്ള സാധനങ്ങൾ നിവിനെ കൊണ്ട് പറയിപ്പിച്ചപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് പോസിറ്റീവായിട്ട് വന്നു. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. സക്സസ് ഇല്ലാതെ തന്നെ പടങ്ങൾ വരുന്നതാണ് എനിക്ക് ഭയങ്കര അത്ഭുതം. എന്റെ സ്പെഷ്യാലിറ്റി ഒന്ന് കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നും. എന്തായിരിക്കും ഇത്? ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ? ആ, ഞാനും ഡിസ്കസ് ചെയ്യാറുണ്ട് അച്ഛനായിട്ടൊക്കെ. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ. അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യം. മര്യാദ, നല്ല മര്യാദക്കാരാണ്. അതെ, ഈ കളർ എനിക്കിട്ടാണോ എനിക്കിട്ടാണോ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങളാണ് എന്റെ അച്ഛന് ബീഡി വാങ്ങിച്ചു കൊടുത്ത് മനസ്സിലാക്കിയത് അല്ലേ? ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ, ശരിക്കിരുത്ത് ചങ്കിച്ചെല്ലട്ടെ. അപ്പോൾ ഇയാളുടെ ഒരു വെപ്രാളമുണ്ട്. ഉടല് ഗംഭീര സിനിമ ആണോ? അറിയാതെ പറ്റിയതായിരിക്കും. അറിയാതെ എടുത്തപ്പോ എന്തൊരു നവരസം. ഇങ്ങനെ വേണം അഭിനയിക്കാൻ. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? അറിഞ്ഞുകൊണ്ട് നീ അഭിനയിച്ചു നോക്ക്, ഭയങ്കര അത് വി ശ്രീനിവാസൻ എന്ന് പറയുന്ന ബുദ്ധിമാൻ ചെയ്തതാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അത്ര ബുദ്ധിയില്ല കേട്ടോ എന്റെ അറിവില്. അതല്ല ഉദ്ദേശം. മിക്കാണ് പലപ്പോഴും ചേട്ടനോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു. പറഞ്ഞ മറുപടി ഒച്ചത്തി പറയണം. കഴിയാതിരിക്കുന്ന അച്ഛൻ, അധികം ജോലി ചെയ്യാത്ത ചേട്ടൻ. ചേട്ടൻ സമാധാനമായ. അപ്പോ ഞങ്ങൾ പോയിട്ട് ഇനിയും വരാം.